ഞങ്ങൾ ഈ പുഴയും കിടന്നെന്ന് പറയുന്ന സിനിമയുടെ വിഷയത്തിലേക്കാണ് വന്നത്. ഗിരീഷ് ആദ്യമായിട്ട് കമലിന് വേണ്ടി പാട്ട് എഴുതുന്ന സിനിമയാണ് അല്ലേ? ശത്രുഘ്നൻ ചേട്ടൻ ആദ്യമായിട്ട് എൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റാണ്, ആദ്യത്തെ ഫസ്റ്റ് സ്ക്രിപ്റ്റ്. ഇതിലേക്ക് വന്ന് ചേരുന്നത് ഇതുമായിട്ട് കമലിൻ്റെ കൂടെ സിനിമയിലേക്ക്. കഥയിൽ നിന്നൊരു ഹോപ്പ് സ്റ്റെപ്പ് ആൻഡ് ജമ്പ് സിനിമയിലേക്ക് വന്നത് കമലിൻ്റെ കൂടെയാണ്. മുമ്പ് കഥ ഇല്ല ഇല്ല. ചെറുകഥകൾ ധാരാളം. ലിറ്ററേച്ചർ സാഹിത്യത്തിൽ എങ്ങനെ ഉണ്ടായി ആ ഒരു പ്രോജക്റ്റ് ഈ പുഴയും കിടന്ന് പറഞ്ഞ സിനിമ? എങ്ങനെ അത് ശരിക്കും പറയണമെങ്കിൽ ആ പ്രോജക്റ്റ് യാദൃശ്യമായിട്ടുണ്ടായതാണ്. ഞങ്ങൾ വേറൊരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു ആദ്യം, വേറൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കലാമണ്ഡലമൊക്കെ ബേസ് ചെയ്തിട്ട്. പക്ഷെ അത് അന്ന് പെട്ടെന്ന് പ്രാക്ടിക്കലായില്ല, ഞങ്ങൾ നടക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരു ചെറിയൊരു ത്രെഡ് ഇങ്ങനെ മനസ്സിൽ തോന്നി. ഞാൻ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഉണ്ണിയേട്ടൻ തന്നെ ഞാൻ വിളിക്കുന്നത് ശത്രുഘ്നാണെങ്കിലും. അപ്പോൾ ഞങ്ങളങ്ങനെ സംസാരിക്കുകയും യാദൃശ്യമായിട്ട് സംസാരിക്കുകയും വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രോജക്റ്റാണ്. എനിക്ക് തോന്നുന്നത് അത്ഭുതമാണ് ആ സിനിമ. ഞങ്ങളിങ്ങനെ കഥയുടെ ഒരു ത്രെഡ് ആദ്യം സംസാരിച്ചിട്ട് കൃത്യം ഒരു മാസം തേണ ദിവസം ഷൂട്ടിംഗ് തുടങ്ങി എന്നുള്ളതാണ്. ഈ ഒരു ഫുൾ സ്ക്രിപ്റ്റ്, പാട്ടുകൾ, കാസ്റ്റിംഗ്, ലൊക്കേഷൻ എല്ലാമായിട്ട് വന്നതാണ്. അത് ഒത്തുവരാന്ന് പറയും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആ ഒരു സിനിമ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അത്ര പെട്ടെന്നും കൃത്യമായിട്ട് നടന്നൊരു സിനിമ. ഞങ്ങളുടെ പുരുഷന്മാരെ വിളിക്കുകയും നമ്മുടെ കാര്യങ്ങൾ സ്ഥലങ്ങൾ ഡെഫിനറ്റ്. അതായത് ഞങ്ങൾ ഇരുന്ന് ഒരു 5-6 ദിവസം കൊണ്ട് ഞങ്ങൾ ഏകദേശം കഥയുടെ ഫുൾ ഓർഡർ ആവുന്നു, സ്ക്രീൻ പ്ലേയുടെ ഓർഡർ ആവുന്നു. ഞാൻ ശത്രുഘ്നെ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഏൽപ്പിച്ചിട്ട് എനിക്ക് ഒരാഴ്ച കൊണ്ട് എഴുതി തീർന്നില്ല, ഫുൾ എഴുതി തീർന്നു. അങ്ങനെ സ്ക്രിപ്റ്റുമായിട്ടാണ് ഞങ്ങൾ മദ്രാസിൽ വെച്ചിട്ടാണ് ഗിരീഷിനെ വിളിച്ച് ജോൺസൺ അവിടെ നിന്നിട്ട് ഒരു കുറുമ്പ് ഞാൻ കാണിച്ചിരുന്നു. വളരെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറയാമല്ലോ. പിന്നെ